കുന്നിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കുടിയിറക്കിയ വോർക്കാടി കത്രിക്കോടിയിലെ കുടുംബങ്ങൾ സുരക്ഷയ്ക്കായി കീഴുന്നു. താൽക്കാലികമായി ബന്ധുവീടുകളിൽ താമസിച്ചു വരുന്ന ഇവർ ഇനി എങ്ങോട്ട് എന്തു ചെയ്യുമെന്നറിയാത്ത ആധിയിലും ആവലാതിയിലുമാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ മംഗൽപാടി പഞ്ചായത്തിലെ ആദ്യ AC മൾട്ടി ഫംഗ്ഷൻ ഹാൾ ഫെറോ മൾട്ടി ഫംഗ്ഷൻ ഹാൾ, ജനപ്രിയ നയാ ബസാർ, ഉപ്പള, കാസർഗോഡ്. വോർക്കാടി ഗ്രാമപഞ്ചായത്തിലെ കൊടലമുഗറു വില്ലേജ് പരിധിയിൽ വരുന്ന കത്രിക്കോടി ST നഗറിലെ 6 കുടുംബങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലായിരിക്കുന്നത്. ആഗസ്റ്റ് 2 പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് അധികൃതരുടെ നിർദ്ദേശപ്രകാരം സ്വന്തം വീടുകളിൽ നിന്നും കുടിയിറങ്ങിയ ഇവർ അന്നു മുതൽ ബന്ധുവീടുകളിലാണ് കഴിയുന്നത്. എത്രനാൾ ഇവിടെ ഇങ്ങനെ അഭയാർത്ഥികളായി കഴിയേണ്ടി വരുമെന്നോ എന്ന് തിരികെ പോകാനാകുമെന്നോ അറിയാത്ത ആവലാതിയിലും ആധിയിലുമാണിവർ. ഏതാണ്ട് 400 മീറ്ററിലധികം ഉയരത്തിലുള്ള കുന്നിന്റെ അടിവാരത്താണ് ഇവരുടെ വീടുകൾ. തൊട്ടു താഴെയാണെങ്കിൽ ഉപ്പളപ്പുഴയും. കല്ലുകളും മരങ്ങളും ധാരാളം ഉറവകളും നിറഞ്ഞ കുന്നിൽ ഉരുൾപൊട്ടലിന് സാധ്യത ഏറെയാണെന്നാണ് അധികാരികളുടെ തന്നെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതും. കഴിഞ്ഞ ദിവസത്തെ മണ്ണിടിച്ചിലിൽ ഹരിചന്ദ്ര നായിക്കിന്റെ നിർമ്മാണത്തിലിരുന്ന ലൈഫ് വീട് മൊത്തമായും തകർന്നിരുന്നു. 1 താരീഖിൽ ഇടിഞ്ഞിട്ട് പിന്നെ 5 വീട് മാറ്റിന്. ഇപ്പോൾ അപ്പോൾ അടിയിലെ വെള്ളം വരുന്നു. നമ്മൾ എന്താക്കുന്നത് അറിയില്ല. എന്ത് ഇരിക്കാൻ സ്ഥലം വേണമല്ലേ, എന്ത് ചെയ്യാൻ. തകർന്നു വീണ വീടിന്റെ ചെങ്കല്ലുകൾ മണ്ണിൽ പുതഞ്ഞും വ്യാപിച്ചും കിടക്കുന്ന കാഴ്ച ദയനീയവും ഭീതിജനകവുമാണ്. അയൽവാസിയായ സുമതിയുടെ വീടിനും വിള്ളൽ ഉൾപ്പെടെയുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ ഇവിടെ 5-6 വീടെല്ലാം മണ്ണ് വന്നിട്ട് ഇടിഞ്ഞിട്ട് കല്ലെല്ലാം വന്നിട്ടുണ്ട്. അതിങ്ങനെ നിൽക്കാൻ പേടിയാണ് ഇവിടെ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന സഹായിക്കണമെന്നു ഇന്നലെ കളക്ടർ വന്നു, പഞ്ചായത്തുകാരെല്ലാം വന്നു. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ K. ഇമ്പശേഖറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. കാലാവസ്ഥ അനുകൂലമായെങ്കിൽ മാത്രം കുടുംബങ്ങൾക്ക് സ്വന്തം വീടുകളിലേക്ക് തിരികെ പോകാമെന്നാണ് കളക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. മഞ്ചേശ്വരം തഹസിൽദാർ P. ഷിജു, വില്ലേജ് ഓഫീസർമാരായ കിരൺ ഷെട്ടി, ഇബ്രാഹിം, പഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി, മഞ്ചേശ്വരം CI രാജീവ് കുമാർ, പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമാർ, ജിയോളജി വിഭാഗം ജീവനക്കാർ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. വിഷയത്തിൽ കൃത്യമായ ഇടപെടലാണ് നടത്തിവരുന്നതെന്നും കുടുംബങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകി വരുന്നുണ്ടെന്നും പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ അറിയിച്ചു. വോർക്കാടി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ കത്രിക്കോടി എന്ന സ്ഥലത്ത് കഴിഞ്ഞ 2-ാം തീയതി പുലർച്ചെ മണ്ണിടിച്ചിലുണ്ടാവുകയും മണ്ണിടിച്ചിലിൻ്റെ ഫലമായി ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണത്തിലിരുന്ന ഒരു വീടിന് അടക്കം കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് ഏകദേശം 6 കുടുംബങ്ങളാണുള്ളത്. SC വിഭാഗത്തിൽപ്പെട്ട ഫാമിലീസ് 5 കുടുംബങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് അവിടെ ഇടപെടുകയും ആ കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി സ്ഥാപിക്കുകയും അവിടെ നിർമ്മാണ പ്രവർത്തനം അടക്കം ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ ഭക്ഷണ കിറ്റ് SC ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ലഭ്യമാക്കി, അതേപോലെ പഞ്ചായത്ത് കൂടി മറ്റ് ചില വ്യക്തികളുടെ ധനസഹായം വാങ്ങി അവർക്ക് ആവശ്യമായ ഭക്ഷണ കിറ്റ് അതൊക്കെ ഇവിടെ ചെയ്ത് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇന്നലെ ആ സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തോടൊപ്പം തഹസിൽദാർ, ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാർ, ജിയോളജി അടക്കം സന്ദർശിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തു നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് ഭാവി നടപടികൾ പഞ്ചായത്തിൽ നിന്ന് ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഖനനം മാത്രമല്ല, കുന്നിലെ എല്ലാവിധ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാനും കലക്ടറുടെ നിർദ്ദേശമുണ്ട്. എന്നിരുന്നാലും ഓരോ മഴക്കാലത്തും തങ്ങൾക്ക് ഇങ്ങനെ കുടിയിറങ്ങേണ്ടി വരുമോ എന്ന ആശങ്ക കുടുംബങ്ങളെ വല്ലാതെ അലട്ടുന്നു. ഇതിന് ശാശ്വതമായ പരിഹാരമോ പ്രതിരോധമോ സാധ്യമല്ലെങ്കിൽ തങ്ങൾക്കായി സ്വീകാര്യമായ മറ്റെന്തെങ്കിലും നടപടികൾ കൈക്കൊള്ളാൻ ഉത്തരവാദപ്പെട്ടവർ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഇപ്പോൾ ഈ സാധുക്കൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.